അവന്റെ ജാമ്യം റദ്ദാക്കി അഴിക്കുള്ളിൽ തള്ളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നാം പരാതിക്കാരി സുപ്രീം കോടതിയിലേക്ക്. ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഒന്നാം പരാതിക്കാരിക്ക് കിട്ടിയത്. ഹൈക്കോടതി വിധിയെ എതിർത്താണ് അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോകാനൊരുങ്ങുന്നത്. ജാമ്യം കിട്ടി രാഹുൽ പുറത്ത് വിലസുന്നത് പലരെയും വെറുപിടിപ്പിക്കുന്നു. രാഹുൽ പാലക്കാട് സജീവമാകാൻ പോകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് പല കേന്ദ്രങ്ങളുടെയും ഉറക്കം കെടുത്തുന്നത്. ഒന്നാം അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിവരം പുറത്തു വന്നതോടെ ചത്തുകിടന്ന CPMന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഉണർന്നിട്ടുണ്ട്. മാധ്യമക്കൂട്ടരും ആവേശത്തിൽ. അന്തിച്ചർച്ചയ്ക്കും മാരത്തൺ ബ്രേക്കിങ്ങുകൾക്കും തിരക്കഥ തയ്യാറാക്കുന്ന തിരക്കിലാണ് ചില മാധ്യമങ്ങൾ. ആദ്യ പരാതിയിൽ രാഹുലിന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ എതിർത്താണ് അതിജീവിത സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ അപ്പീൽ ഹർജി നൽകാൻ യുവതി നിയമ നടപടി തുടങ്ങിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അഭിഭാഷകരുമായി ചർച്ചകൾക്ക് ശേഷം വൈകാതെ അപ്പീൽ ഹർജി നൽകിയേക്കും. രാഹുലിനെതിരായ കേസിൽ ആദ്യമായാണ് യുവതി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഗർഭഛിദ്രത്തിന് പരാതിക്കാരി സ്വമേധയാ മരുന്ന് കഴിച്ചതാണെന്നും വിലയിരുത്തിയാണ് വ്യാഴാഴ്ച ഹൈക്കോടതി രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകിയത്. ഇക്കാര്യങ്ങളിൽ വിചാരണ കോടതിയിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതായത് ഈ കേസ് കൂടുതൽ വാദത്തിനെടുക്കുമ്പോൾ എല്ലാ വിവരങ്ങളും പരിശോധിക്കുമെന്നും എന്നാൽ ഇപ്പോൾ ജാമ്യം കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളതെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നുമായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ഇതെല്ലാം തന്നെ അതിജീവിതയ്ക്ക് വലിയ രീതിയിലാണ് തിരിച്ചടി ഉണ്ടായത്. കേസ് ഉൾട്ടയായി അതിജീവിതയ്ക്ക് തന്നെ കൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ ഹൈക്കോടതിയിൽ കണ്ടത്. ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി രാഹുൽ ആർമി ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. സൈബറിടങ്ങളിൽ അതിജീവിതകളെ പരിഹസിച്ച് രാഹുൽ ആർമി ഇളകിയിറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ഒന്നാം പരാതിക്കാരി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ഹൈക്കോടതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനി എന്താണ് അവർക്ക് സുപ്രീം കോടതിയിൽ പറയാനുള്ളതെന്നാണ് രാഹുൽ ആർമി ചോദിക്കുന്നത്. അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോയാൽ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിയമ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. കാരണം ഹൈക്കോടതി ഇഴകീറി പരിശോധിച്ചാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചതും വിലയിരുത്തിയതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് ജാമ്യം കിട്ടിയത്. സുപ്രീം കോടതി അതിജീവിതയുടെ പരാതി കീറിയെറിയാനാണ് സാധ്യത. വിവാഹം കഴിച്ച സ്ത്രീയെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും? ഇത് ഹൈക്കോടതി ചോദിച്ച ചോദ്യമായിരുന്നു. ഇതേ ചോദ്യം തന്നെയാണ് മറ്റൊരു കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ സുപ്രീം കോടതി ചോദിച്ചതും പൊട്ടിത്തെറിച്ച് ചില കാര്യങ്ങൾ തുറന്നടിച്ചതും. ഇത്തരം കേസുകളിൽ സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് വലിയ ആഘോഷത്തോടെയായിരുന്നു ഇവിടെ ഒരു കൂട്ടർ ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് നമ്മൾ രാഹുൽ ഈശ്വറിന്റെ ചില വീഡിയോകളിലൊക്കെ കണ്ടിരുന്നു. ഏറ്റവും സുപ്രധാനമായ പുരുഷന്മാർക്ക് അനുകൂലമാകുന്ന അവർക്ക് ആശ്വാസമാകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായതെന്ന് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ പറയുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി മറ്റൊരു കേസിൽ പുറപ്പെടുവിച്ച ഉത്തരവ് ആ നിലയ്ക്ക് രാഹുൽ കേസിലെ അതിജീവിതയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കാനാണ് സാധ്യതയെന്ന് അഭിഭാഷകർ പറഞ്ഞു വയ്ക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അനുകൂല വിധിയിൽ രാഹുൽ ഇപ്പോൾ കളം നിറയുകയാണ്. പാലക്കാട് MLAക്ക് ജനപിന്തുണ കൂടുകയും ചെയ്യുന്നുണ്ട്. പത്തിക്കടിച്ചിട്ടും വാലിൽ ജീവൻ പിടച്ച് രാഹുൽ ചാടി എഴുന്നേറ്റ് നിൽക്കുന്നത് ഏതൊക്കെയോ കേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. അതിനൊന്നാം പരാതിക്കാരിയെ പിരികയറ്റി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് തള്ളിവിടുകയാണ്. അതിജീവിതമാർക്ക് പിന്നിലെ ശക്തികൾ ആരാണെന്ന് നല്ല ബോധ്യമുണ്ടെന്നാണ് രാഹുൽ കൂട്ടർ വെടിപൊട്ടിക്കുന്നത്. രാഹുൽ വിഷയം സൈബർ ഇടത്തിലാണ് യുദ്ധത്തിന് വഴിവെച്ചിരിക്കുന്നത്. രാഹുൽ ആർമിയും അതിജീവിതകളെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ കൂടാതെ CPMന്റെ സൈബർ ഗ്രൂപ്പുകളും ചേർന്ന് പോർവിളിയും തെറിവിളിയും കലഹവും തമ്മിലടിയുമാണ്. അതിജീവിതകൾക്ക് നേരെ വലിയ സൈബർ ആക്രമണമാണ് രാഹുൽ ആർമി നടത്തുന്നത്. തിരിച്ച് CPM സൈബർ ഗ്രൂപ്പുകൾ രാഹുലിന് നേരെ സൈബർ ആക്രമണം, രാഹുലിന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. MLAയുടെ അമ്മയെ പോലും വെറുതെ വിടുന്നില്ല. അമ്മയ്ക്ക് നേരെയും പച്ച തെറിവിളിയും ആക്രമണവുമാണ് ഒരു കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പരാതിക്കാരി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വരെ പോകാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഇതിന്റെ മറ്റൊരു വശവും കൂടി ഒന്ന് പരിശോധിക്കണം. അതായത് റിനി ആയിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് റിനി മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് രാഹുലിൻ്റെ ഈ അതിജീവിതകളുടെ പ്രളയ പരാതികൾ പുറത്തേക്ക് വരുന്നതിന് കാരണമായത്. പിന്നീട് നമ്മൾ കണ്ടു
ഒന്നാം അതിജീവിത അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പത്മയും രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ പലതവണയായിരുന്നു ഈ അതിജീവിതയെ കണ്ടെത്തിയ പോലീസ് പിന്നീട് പലതവണ ഇവർ ഒന്ന് പരാതി കൊടുക്കുന്നതിന് വേണ്ടി പലതവണയാണ് ബന്ധപ്പെട്ടത്. ഒരു IPS ഉദ്യോഗസ്ഥ ഈ ഒന്നാം പരാതിക്കാരിയെ നിരന്തരം വിളിച്ചിരുന്നു, പരാതി നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും പരാതി പോലും കൊടുക്കാതെ അവർ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് അവരുടെ ചാറ്റുകളിൽ നിന്നും പുറത്തേക്ക് വന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, അതായത് രാഹുലിനെതിരെ പരാതിക്കൊന്നും താനില്ല, അവൻ്റെ ഹൃദയവുമായി എൻ്റെ ഹൃദയം ഉടക്കി കിടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് അവനുമായി എനിക്കിപ്പോഴും ഒരു സ്നേഹമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ചില ചാറ്റുകൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, അതിക്രൂരമായിട്ട് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾ തന്നെ വിവാഹം കഴിക്കും, എനിക്കിപ്പോഴും അയാളോട് സ്നേഹമാണ് എന്ന് എങ്ങനെ ഒരു സ്ത്രീക്ക് എങ്ങനെ അതിന് കഴിയുമെന്നുള്ളൊരു ചോദ്യം ഇവിടുത്തെ സ്ത്രീകൾ തന്നെയാണ് ഉയർത്തിയത്. പിന്നീട് ഇവർ പരാതി ഒന്നും കൊടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ നിരന്തരം പോലീസ് ഇവരെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 3 മാസത്തിന് ശേഷമാണ് ഇവർ പരാതി കൊടുക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു. പോലീസിന് പോലും പരാതി കൈമാറാതെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി അത് DGPക്ക് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആ ഒരു സമയം ഏതായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമായിരുന്നു. അതോടെ ജനങ്ങൾ വിധിയെഴുതി ഇത് തെരഞ്ഞെടുപ്പിൽ രാഹുലിനെയും കോൺഗ്രസിനെയും വീഴ്ത്താനുള്ള CPMന്റെ കളിയാണെന്ന്. അതായത് ഈ അതിജീവിതകൾക്കൊക്കെ ക്രെഡിബിലിറ്റി ഇല്ലാതെ പോയതിൻ്റെ ചില കാര്യങ്ങൾ കൂടിയാണ് ഈ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ അവർ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. പിന്നീട് നിരന്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. അതുവരെ പ്രതികരിക്കാതെ ഒളിച്ചിരുന്ന ഒരാളാണ് പിന്നീട് 3 മാസത്തിന് ശേഷം പരാതിയുമായി രംഗത്തേക്കൊക്കെ വരുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ച ഈ കേസ് രാഹുലിൻ്റെ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ കോടതിയും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അവർ പരാതി പോലും കൊടുക്കാതെ ഉൾവലിഞ്ഞു നിൽക്കുന്നത് കണ്ടിരുന്നു. രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും അയാളുടെ ഫ്ലാറ്റിലേക്ക് പോയി, പാലക്കാടേക്ക് അയാളെ കാണാൻ പോയി, തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു എന്നൊക്കെ കോടതി പോലും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് രാഹുലിന് മുൻകൂർ ജാമ്യം കോടതി കൊടുക്കുന്നത്. ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതിക്ക് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുൻകൂർ ജാമ്യം കൊടുത്തത്. ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇവർ പോകാൻ പോകുന്നത്. അപ്പോഴും സുപ്രീം കോടതി ഇത് ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിജീവിതയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയെന്ന വിലയിരുത്തലാണ് വരുന്നത്. ഹൈക്കോടതി രാഹുലിന് ഒന്നാം പരാതിക്കാരിയുടെ കേസിൽ ജാമ്യം അനുവദിച്ചപ്പോൾ പല കോണിൽ നിന്നാണ് അതിജീവിതയെയും രാഹുൽ വേട്ടക്കിറങ്ങിയ മാധ്യമങ്ങളെയും പരിഹസിച്ച് പോസ്റ്റുകൾ നിറഞ്ഞത്. അതിൽ ഫെനി നയനാൻ പങ്കുവെച്ച ഒരു പോസ്റ്റ് പലർക്കും വായടപ്പിക്കുന്ന മറുപടിയായിരുന്നു കൊടുത്തത്. അത് നമുക്കൊന്ന് പരിശോധിക്കണം. അതിങ്ങനെയാണ്: പരാതികൾ വാർത്തയാക്കുകയും അറസ്റ്റും ജയിലും പ്രമേയമാക്കി അന്തിച്ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഇന്ന് നിശബ്ദമാണ്.